ഏതായാലും നമുക്ക് നേരെ കോട്ടയത്തേക്ക് വെച്ച് പിടിക്കാം. അവിടെ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കോട്ടകൾ ഏതൊക്കെ കാക്കും, രണ്ടിലയിൽ എന്ത് സംഭവിക്കുമെന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ കേരള കോൺഗ്രസ് എങ്ങോട്ട് UDF-ലേക്കോ LDF-ൽ തുടരുമോ എന്നൊക്കെ പറഞ്ഞ് വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്നതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും ആ ചോദ്യം പ്രസക്തമാണ് എന്ന് ഓർക്കണം. എന്തായാലും അന്തു, കോട്ടയത്തെ കണക്കുകൾ നമുക്കൊന്ന് നോക്കിയാലോ? വിനീത, കോട്ടയത്തെ കണക്കുകൾ നോക്കാം. കോട്ടയമിന്റെ സ്വന്തം ജില്ലയാണ്. അപ്പോൾ കോട്ടയത്ത് ആകെയുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് 9 ഈ 9 സീറ്റിൽ 2021 സംഭവിച്ചത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. UDF അതുവരെ കോട്ടയം എന്ന് പറയുന്നത് UDF-നോടൊപ്പം എക്കാലത്ത് നിന്നിരുന്ന, കാരണം മാണി സാർ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്വാധീനം അതെപ്പോഴും UDF-നോടൊപ്പം കോട്ടയത്തെ ജനങ്ങളെയും കൂടി നിർത്തിയ ഒരു ഫാക്ടറായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം ഇപ്പുറത്തേക്ക് വരുന്നു, ഇടതിനൊപ്പം വരുന്നു. ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരുന്നു. ജോസ് കെ മാണി പാലായിൽ പരാജയപ്പെട്ടെങ്കിലും ജോസ് കെ മാണിയിലൂടെ കോട്ടയം ജില്ലയിൽ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ സീറ്റുകളൊക്കെ കേരള കോൺഗ്രസ് എമ്മിന് പിടിച്ചെടുക്കാനും അവരുടെ MLA സൃഷ്ടിക്കാനും സാധിച്ചു. ഈ കാണുന്ന പോലെ തന്നെയാണ് കഴിഞ്ഞ തവണ ആകെ സീറ്റിൽ 9 സീറ്റിൽ LDF-നൊപ്പം 5 സീറ്റുകൾ, UDF-നൊപ്പം 4 സീറ്റുകളാണ് നിന്നത്. ഇനിയിപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ തന്നെ LDF-ന് നിയമസഭാ സീറ്റുകളുടെ ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ LDF-നൊപ്പം 5 സീറ്റ്, UDF-നൊപ്പം 4 സീറ്റ്. ഏറ്റവും ആവേശം നിറഞ്ഞ നിരവധി മണ്ഡലങ്ങൾ കൂടിയുള്ളൊരു ജില്ല കൂടിയാണ് കോട്ടയം. കാരണം പാലായിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. മാണി സി കാപ്പൻ, ജോസ് കെ മാണി, അതോടൊപ്പം ഷോൺ ജോർജ് 3 പേർ ചേർന്ന് മത്സരിക്കുന്നു. പൂഞ്ഞാറിലും ഇതുപോലെ തന്നെ PC ജോർജ് മത്സരിക്കുന്നു. അപ്പോൾ അച്ഛനും മകനും ഒരേ സമയം നിയമസഭയിൽ ഉണ്ടാകുമെന്നൊക്കെ ഇവർ വീരവാദം മുഴക്കുന്നുണ്ട്. അപ്പോൾ BJP-യുടെ ഒരു സാധ്യത കോട്ടയത്ത് എങ്ങനെയാണ്? നിറഞ്ഞ മണ്ഡലങ്ങളാണ് കോട്ടയം ജില്ലയിലുള്ളത്. ലേബി സജീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ലേബി, പാലായിൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്, പൂഞ്ഞാറിൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്. മറ്റിടങ്ങളിലെ രാഷ്ട്രീയ പോരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും എന്താണ് ഈ അവസാന നിമിഷം? തീർച്ചയായും കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എക്കാലവും UDF-ന് ഉറച്ച പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ജില്ലയാണ്. കേരള കോൺഗ്രസ് എം വിട്ടുപോയതിനെ തുടർന്ന് നടന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് തിരിച്ചടിയുണ്ടായത്. അങ്ങനെയാണ് 5-4 പോയത്. ഇത്തവണ LDF-ന്റെ കണക്കുകൂട്ടൽ കയ്യിലുള്ള 5-നൊപ്പം പാലാ കൂടി ചേർത്ത് വെച്ചുകൊണ്ട്, പാലാ ചേർത്ത് വെക്കുമെന്ന് പറയാനൊരു കാരണമുണ്ട്. അവിടെ ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ മാണി സി കാപ്പന്റേതാകാമെന്നാണ് LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. കേരള കോൺഗ്രസ് എം അങ്ങനെ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അതുകൂടി ചേർത്ത് അത് അവിടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തന്നെ മത്സരിക്കുന്ന സീറ്റാണ് തിരിച്ചു പിടിക്കാമെന്നുള്ള പ്രതീക്ഷ LDF ക്യാമ്പിൽ. UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ്. അതായത് കേരള കോൺഗ്രസ് എം വിട്ടുപോയതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലമല്ല, പിന്നീട് നടന്ന പാർലമെന്റിലും ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടന്നത് വലിയ മുന്നേറ്റം. കേരള കോൺഗ്രസ് അപ്പുറത്താണെങ്കിൽ പോലും വലിയ മുന്നേറ്റം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ആത്മവിശ്വാസം UDF ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള 4 മണ്ഡലങ്ങൾക്ക് പുറമെ 2 മണ്ഡലങ്ങളിൽ കൂടി ചേർത്തുകൊണ്ട് രണ്ട് മണ്ഡലമേ കൈവിട്ട് പോകൂ എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതായത് വൈക്കവും കാഞ്ഞിരപ്പള്ളിയും. അതും വലിയൊരു ക്ലീൻ സ്വീപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതും പിടിച്ചെടുക്കാമെന്നുള്ളൊക്കെ ആത്മവിശ്വാസമുണ്ട്. ഏതായാലും 2 മുന്നണികളും ആത്മവിശ്വാസം പുലർത്തുമ്പോഴും UDF വലിയ ആത്മവിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ഓരോ മണ്ഡലങ്ങളുടെയും ഫലം ആകാംക്ഷ നിറഞ്ഞതാണ്. ഒപ്പം NSS ആസ്ഥാനത്ത് നിന്നുള്ള നിലപാടും. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കൈവിട്ടു പോകില്ല എന്നൊരു ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അവിടെ നിൽക്കുന്ന സമയം അവിടെ ഒരു മാറ്റം കാഞ്ഞിരപ്പള്ളി പോവില്ല എന്നുള്ളതാണ്. പാലാ പോയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി എന്തായാലും മണിക്കൂറുകൾ